ലൂസിഫറിന് ശേഷം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് 6 വർഷം കാത്തിരുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. നിങ്ങൾ മോഹൻലാൽ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റ് 200ലേക്ക് എത്തിക്കാനൊന്ന് ശ്രമിക്കുക. പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ആദ്യത്തെ എമ്പുരാൻ്റെ ട്രെയിലർ കാണിച്ച വ്യക്തി എന്ന് പറയുന്നത് രജനീകാന്താണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അത് കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു. സ്റ്റിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാൻ ബോയ് ആയി തന്നെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. എന്തായാലും ട്രെയിലറുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം മാർക്കോ ടീസറോ ഉള്ളായിരുന്നുള്ളൂ, ട്രെയിലർ അവരിട്ടില്ലായിരുന്നു. എന്താണെന്നറിയില്ല, ട്രെയിലർ അവർ ഇട്ടില്ലായിരുന്നു, അവസാന നിമിഷം റിലീസ് ചെയ്യുകയായിരുന്നു. സോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചിലർ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഉറപ്പായിട്ടും എമ്പുരാൻ ട്രെയിലർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സോ എന്തായാലും എല്ലാവരും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ട്രെയിലർ കണ്ടിരിക്കുന്ന രജനീകാന്താണ്. അദ്ദേഹം വളരെ നല്ല അഭിപ്രായമാണ് പൃഥ്വിരാജിനോട് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കൂൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് പിന്നെ ലൈക്കിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. സോ എല്ലാം ചെയ്ത് വെക്കുക, അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും.